സർവകലാശാല വിഷയത്തിൽ വാക്പോരുകൾ മുറുകുമ്പോൾ നിർണായക നീക്കവുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിര വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വീണ്ടും നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നും മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ പ്രകാരം ചാൻസലർ നിയമനം നടത്തണമെന്നുമായിരുന്നു കോടതി നൽകിയിരുന്ന നിർദ്ദേശം. ഇതിനായി ജസ്റ്റിസ് സുധാംശു ദില്ലിയുടെ അധ്യക്ഷതയിലുള്ള സെർച്ച് കമ്മിറ്റിയെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 2 സർവകലാശാലകൾക്കും വെവ്വേറെ പട്ടികയാണ് ജസ്റ്റിസ് ധൂലിയ തയ്യാറാക്കിയത്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ VC നിയമനത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ധൂലിയയുടെ തീരുമാനം. കേരളത്തിലെ 2 പ്രതിനിധികളും ചാൻസലറുടെ 2 പ്രതിനിധികളും അടങ്ങുന്ന 5-അംഗ സമിതിയാണ് VC പട്ടിക തയ്യാറാക്കുന്നത്. എന്നാൽ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കുന്ന പട്ടിക മുഖ്യമന്ത്രിക്കല്ല തനിക്ക് നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ബംഗാളിൽ സ്വീകരിച്ച സമാനമായ നടപടിയാണ് സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ നടത്തിയതെന്നും ഇപ്പോഴുള്ള 5-അംഗ സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം UGC ചട്ടങ്ങളുടെ ലംഘനമാണെന്നും UGC പ്രതിനിധിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നുമാണ് ഗവർണർ ഉന്നയിക്കുന്ന ആവശ്യം. പട്ടികയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്താത്തതാണ് പരാതിക്ക് കാരണം. ചാൻസലറുടെ അധികാരങ്ങൾ സർക്കാർ കവരുന്നുവെന്നും VC നിയമനം ചാൻസലറുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണെന്നും രാജ്ഭവൻ പറയുന്നു. ഇത്തരത്തിൽ ഒരു പ്രതിനിധിയെ സംഘത്തിൽ ഉൾപ്പെടുത്തിയാൽ കേന്ദ്രത്തിന് പ്രാധാന്യം വർദ്ധിക്കാനുള്ള സാധ്യത ഏറെയാണ്. അറ്റോർണി ജനറലിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചതിന് ശേഷമാണ് ഗവർണറുടെ ഇത്തരമൊരു നടപടി. നിലവിലെ പ്രതിനിധികളെ വെച്ച് മുന്നോട്ട് പോയാൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിനാൽ അതിനെ തടയിടാനുള്ള ഗവർണറുടെ നീക്കമാണോ ഇതെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. സർക്കാരിനെ പാടെ ഒഴിവാക്കാനുള്ള ഗവർണറുടെ നടപടി ഖേദകരമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു വെക്കുന്നത്. ഇതുവരെ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ജനാധിപത്യ മര്യാദകളെല്ലാം ലംഘിക്കുന്ന രീതിയാണ് സമീപകാലങ്ങളിലായി VC-മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും സർക്കാരിന് അധികാരമില്ലാത്തത് മൂഢത്വമാണെന്നും R. ബിന്ദു പറയുന്നു. എന്തായാലും സംഭവം സർക്കാർ ഗവർണർ പോരിന്റെ ആക്കം കൂട്ടുകയാണ്.